കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നിയമന വിവാദത്തിൽ സമരവുമായി ഭരണപക്ഷ അനുകൂല സംഘടന. ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ഇന്ന് പ്രിൻസിപ്പൽ ഓഫീസ് മാർച്ചും ധർണയും നടത്തും. ഏജൻസി വഴി 150 താൽക്കാലിക നിയമനങ്ങൾ നടത്താനുള്ള ആരോഗ്യവകുപ്പ് നീക്കത്തിനെതിരെയാണ് സമരം. തീപിടുത്തമുണ്ടായ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലേക്കാണ് ഏജൻസി വഴി നിയമനം നടത്താനുള്ള നീക്കം. സിനോജ് തോമസ് ചേരുന്നു വിശദാംശങ്ങളുമായി. സിനോജ്, പറയൂ. റോഷ്നി, ഗുഡ് മോർണിംഗ്. അതായത് കഴിഞ്ഞ 2 മാസമായി കെട്ടിടം പൂട്ടിക്കിടക്കുകയാണ്. 7 നില ബഹുനില കെട്ടിടമാണ്. 2023 മെഡിക്കൽ കോളേജിലെ അത്യാധുനിക സൗകര്യമുള്ള കെട്ടിടം തുറക്കുന്നത്. പക്ഷേ കഴിഞ്ഞ മെയ് 2 തീപിടുത്തമുണ്ടാകുന്നു. 7-ാം തീയതി ICUവിലും തീപിടുത്തമുണ്ടാകുന്നു. അങ്ങനെ പൂട്ടിക്കിടക്കുന്നു. ഈ കെട്ടിടം പ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽ തന്നെ 2023 മുതൽ തന്നെ മെഡിക്കൽ കോളേജ് അധികൃതരും ഒപ്പം തന്നെ കോഴിക്കോട്ടെ എല്ലാ ആളുകളും ജനപ്രതിനിധികൾ ഉൾപ്പെടെ പറയുന്നതാണ് ഈ കെട്ടിടത്തിലേക്ക് ആവശ്യമായ ജീവനക്കാരെ നിയമിക്കണമെന്ന്. പക്ഷേ അന്നൊന്നും ആരോഗ്യവകുപ്പ് അത് ചെവിക്കൊണ്ടില്ല. പക്ഷേ ഇപ്പോൾ തീപിടുത്തമുണ്ടായി പൂട്ടിക്കിടക്കുന്നു, നവീകരണം നടക്കുന്നു. ഇനി തുറക്കുന്ന വേളയിലേക്ക് ജീവനക്കാരെ നിയമിക്കാൻ വേണ്ടി ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു. ആ തീരുമാനമാണ് വിചിത്രമായ തീരുമാനം എന്ന് പറയുന്നത്. ഉചിതമായ ഏതെങ്കിലും ഏജൻസി വഴി 150 ജീവനക്കാരെ നിയമിക്കാമെന്നൊരു ഉത്തരവാണ് ഈ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. അതിനെതിരെ BJP കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. അത് പിൻവാതിൽ നിയമനത്തിലുള്ള വഴിയൊരുക്കലാണ്. കാരണം ഏതെങ്കിലും ഒരു ഏജൻസി വഴി അവർക്ക് താല്പര്യക്കാരെ നിയമിച്ചു കഴിഞ്ഞാൽ അത് താല്പര്യമുള്ളവരെ മാത്രമേ നിയമിക്കുള്ളൂ. അതൊരു പിൻവാതിൽ നിയമനമാണ്, അഴിമതിയാണെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും BJP രംഗത്ത് വന്നിരുന്നു. അത് റിപ്പോർട്ടർ TVയാണ് പുറത്തു കൊണ്ടുവന്നത്. അതിന് പിന്നാലെയാണ് ഭരണപക്ഷ അനുകൂല സംഘടനയായ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ പരസ്യമായി പ്രതികരണമായി രംഗത്തേക്ക് വരുന്നത്. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ അവർ പരാതി നൽകിയിരുന്നു. പരാതി നൽകിയിട്ടും ആരോഗ്യവകുപ്പ് നടപടിയെടുത്തിട്ടില്ല. ഈ ഉത്തരവ് പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ നിയമനത്തിലേക്ക് മെഡിക്കൽ കോളേജ് അധികൃതർ നടന്നിട്ടില്ല. ഈ ഉത്തരവ് നിലനിൽക്കുന്നു. ഏത് നിമിഷവും വേണമെങ്കിൽ ഒരു ഏജൻസി വഴി 150 ജീവനക്കാരെ, നഴ്സുമാരുൾപ്പെടെയുള്ള ജീവനക്കാരെ ഇവിടെ നിയമിക്കാൻ സാധിക്കും. അതിനെതിരെയാണ് ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ഇന്ന് സമരവുമായി രംഗത്ത് വരുന്നത്. പ്രിൻസിപ്പൽ ഓഫീസിന് മുൻപിൽ ധർണ നടത്താൻ വേണ്ടി പോവുകയാണ്. CITUവിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ M ഗിരീഷാണ് ഈ സമര പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവർ പറയുന്നത് PSC ലിസ്റ്റ് നിലനിൽക്കുന്നുണ്ട്. ആ ലിസ്റ്റ് നിലനിൽക്കെ എന്തിന് ഏജൻസി വഴി കരാർ നിയമനം നടത്തണം? ആ PSC ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളെ നിയമിക്കണം. ഒപ്പം തന്നെ ഈ ഏജൻസി വഴി നിയമനം നടത്തി കഴിഞ്ഞാൽ രോഗി പരിപാലനത്തിൽ വലിയ വീഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ പറയുന്നത്. ഏതായാലും ഭരണപക്ഷ അനുകൂല സംഘടന തന്നെ സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിനെതിരെ ഇന്ന് സമരത്തിന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. റോഷ്നി, മറ്റ് പ്രധാനപ്പെട്ട പല വിവരങ്ങളും ഉണ്ടല്ലോ സിനോജ്. ഈ തീപിടുത്തമുണ്ടായ കാഷ്വാലിറ്റി കെട്ടിടം തുറക്കുന്നത് വൈകുകയാണ്. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോൺഗ്രസിന്റെ കിടപ്പ് സമരം ഇന്ന് തുടങ്ങുമല്ലേ? ഈ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന് മുൻപിലാണ് കോൺഗ്രസിന്റെ സമരമൊക്കെ എപ്പോൾ തുടങ്ങും? റോഷ്നി, രാവിലെ 9 മണിക്ക് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറാണ് കിടപ്പ് സമരം നടത്താൻ വേണ്ടി പോകുന്നത്. 1 മണിക്കൂറാണ് അദ്ദേഹം ഈ തീപിടുത്തമുണ്ടായി പൂട്ടിക്കിടക്കുന്ന കാഷ്വാലിറ്റി കെട്ടിടത്തിന് മുൻപിൽ കിടന്ന് പ്രതിഷേധിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം 2 മാസം കാത്തുനിന്നു. ഇപ്പോഴും പഴയ കാഷ്വാലിറ്റിയിലാണ്, ഈ പരിമിതികൾക്ക് നടുവിലാണ് കാഷ്വാലിറ്റി പ്രവർത്തിക്കുന്നത്. അവിടെ വരുന്ന എല്ലാ രോഗികളും ബൈസ്റ്റാൻഡേഴ്സും പരാതി പറയുന്നതാണ്. എന്തുകൊണ്ട് ഈ കെട്ടിടം വീണ്ടും പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കുന്നില്ല? വലിയ സൗകര്യത്തോടു കൂടി തുടങ്ങിയൊരു കെട്ടിടം മെയ് 2 കാഷ്വാലിറ്റിയിലുള്ള MRI യൂണിറ്റിലെ UPS റൂമിൽ തീപിടുത്തം ഉണ്ടാകുന്നു. തൊട്ട് പിന്നാലെ തന്നെ 7-ാം തീയതി ഓപ്പറേഷൻ തിയേറ്ററിൽ, 6-ാം തീയതി ഓപ്പറേഷൻ തിയേറ്ററിൽ തീപിടുത്തം ഉണ്ടാകുന്നു. അങ്ങനെ കെട്ടിടം പൂർണ്ണമായും അടച്ചിടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നവീകരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷേ 2 മാസം കഴിഞ്ഞിട്ടും ഈ കെട്ടിടത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച്, വൈദ്യുതി സംവിധാനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആ കെട്ടിടം പൂർണ്ണ സജ്ജമായി തുറക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിനെതിരെയാണ് കോൺഗ്രസ് ഇന്ന് പ്രത്യക്ഷ സമരമായി ആ കെട്ടിടത്തിന് മുൻപിൽ കിടന്ന് പ്രതിഷേധിക്കാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു മുൻപും ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി പ്രതിഷേധം അറിയിച്ചതാണ്. പക്ഷേ ഇതുവരെ 2 മാസം കഴിഞ്ഞിട്ടും ആ കെട്ടിടം പൂർണ്ണ തോതിൽ സജ്ജമാക്കി തുറന്ന് രോഗികൾക്ക് നൽകാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പ്രതിദിനം 4000-ലധികം രോഗികളെ ചികിത്സിക്കുന്ന മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് സമരവുമായി മുന്നോട്ട് വരുന്നത്. തീർച്ചയായും കോൺഗ്രസിന്റെ സമരം നടക്കട്ടെ. ആവശ്യം എന്തായാലും അനിവാര്യമായ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടാവുമോ എന്ന് നോക്കാം.